ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ഞാനിവിടെ ഓറിയോ ഐസ്ക്രീമാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഐസ്ക്രീം ചെയ്തെടുക്കാം. അതായത് ഓറിയോയ്ക്ക് പകരം നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ ഐസ്ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിപ്പം 100 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് കേക്കിന് യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം എടുക്കാം. അതുപോലെ ഏത് ക്രീമും, അതായത് ഹെവി ക്രീം, വിപ്പിംഗ് ക്രീം, അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അമൂൽ വിപ്പിംഗ് ക്രീം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 1 കപ്പാണ് ഏത് ക്രീമാണെങ്കിലും നിങ്ങൾ ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം പൗഡർ ആയതുകൊണ്ട് ഞാനിപ്പോൾ 100 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പാലൊഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം മാത്രമായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ സാധാരണ കേക്കിനുള്ള ക്രീം റെഡിയാക്കുമ്പോൾ നല്ല സ്റ്റിഫാക്കി എടുക്കാറുണ്ട്. അത്രയും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പതഞ്ഞ് ക്രീം രൂപത്തിലായാൽ മാത്രം മതിയാവും. ഒരുപാട് സ്റ്റിഫാക്കി എടുത്താൽ ഐസ്ക്രീം അത്ര ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറിൽ നിങ്ങൾ ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ബീറ്റ് ചെയ്തത്. ക്രീമാണെങ്കിൽ ഇത്രയും പോലും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ക്രീമി ആയിട്ടിരുന്നാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്തത്. നല്ല ഡാർക്ക് കളറാണെങ്കിൽ 1-2 ഡ്രോപ്പ് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ചേർക്കുന്നത്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സുമീസ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിട്ട വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ 2 ബിസ്ക്കറ്റ്, അതായത് ഓറിയോ ബിസ്ക്കറ്റ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്തതുപോലെ ബീറ്റ് ചെയ്തെടുത്തതെങ്കിൽ അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. പിന്നെ 2 ബിസ്ക്കറ്റ് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൽ മാത്രം വ്യത്യാസം വരുത്തിയെന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം പൗഡറിൽ ഓൾറെഡി നല്ല മധുരമുണ്ട്. അപ്പോൾ ക്രീം ആകുമ്പോൾ ആ ഒരു മധുരം കാണത്തില്ല. അതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീം പൗഡറിലാണെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ക്രീം ആണെങ്കിൽ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും വേണം എന്ന് ഞാൻ പറഞ്ഞത്. അടുത്തതായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നേരെ അടുപ്പിൽ വെക്കണം. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നല്ല തിക്കായിട്ട് വരും. അതുപോലെ അതുവരെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കംപ്ലീറ്റ് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്ത ക്രീമിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടാറിയിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ശരിക്കും ഈ ഒരു കോൺഫ്ലോറിൻ്റെ ഈ ഒരു പാൽ മിക്സ് നമ്മുടെ ഐസ്ക്രീം നല്ല സ്മൂത്തായിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പെട്ടെന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ഐസ്ക്രീം വീട്ടിൽ തന്നെ റെഡിയാക്കുമ്പോൾ പെട്ടെന്നാണ് അലിഞ്ഞു പോകുന്നത്. പക്ഷേ ഈ ഒരു ഐസ്ക്രീം പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല. എന്നാലും ഒരുപാട് ടൈമൊന്നും നിൽക്കില്ല കേട്ടോ. ഞാൻ മാക്സിമം ഒരുപാട് പെട്ടെന്ന് അലിഞ്ഞു പോവില്ല, അത്രയേ ഉള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒരുപാട് സ്റ്റിഫാകുന്നവരെ ബീറ്റ് ചെയ്യല്, ഐസ്ക്രീം ശരിയാവില്ല. അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു 2 ബിസ്ക്കറ്റ് കൂടിയാണ് ഇത് ക്രഷ് ചെയ്തിടുന്നത്. ഓറിയോ ബിസ്ക്കറ്റാണ്. ശരിക്കും ഈ ഓറിയോ ബിസ്ക്കറ്റ് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. ഓറിയോ ഐസ്ക്രീമിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവറാണ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ആപ്പിളൊക്കെ ക്രഷ് ചെയ്ത് ചേർക്കാം. അതുപോലെ പൈനാപ്പിൾ ചേർക്കാം. പിന്നെ മാതളം, അങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഈ ഒരു ഓറിയോയ്ക്ക് പകരമായിട്ട് ചേർത്തും നമുക്കിതിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ സാധാരണ ഐസ്ക്രീമൊക്കെ ഫ്രീസറിലോട്ട് വെക്കുമ്പം ഒന്ന് സൂപ്പർ ഫ്രീസ് ആക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വരികയും ചെയ്യും. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യണം.
ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മാത്രം പോരെ, ഇപ്പം ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഏറ്റവും ടോപ്പിലായിട്ട് വരും ബെല്ലൈക്കണിൽ. അപ്പോൾ ആ ഓളിൽ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ ടോപ്പിലായിട്ട് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ കോൺഫ്ലക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഐസ്ക്രീമിൻ്റെ കൂടെ കോൺഫ്ലക്സും ചോക്ലേറ്റും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.